അടിപൊളി ഒരു ബീഫ് കറിയാണ് ഇവിടെ വെക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ അധികം നേരം വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ചേരുവകളൊക്കെ വെച്ച് ബീഫ് വേവിച്ചിട്ടുണ്ട്. അതായത് ആദ്യക്ക് ഒരു 1/2 കിലോ ബീഫ് ആണെങ്കിൽ 2 കുഞ്ഞ് സവാള അത് വെളിച്ചെണ്ണയിലൊഴിച്ച് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ട് വഴറ്റി വരുമ്പോൾ പിന്നെ മുളകും പൊടി ബീഫിൽ എപ്പോഴും നമ്മൾ കുരുമുളക് ചേർക്കും. അത് കാരണം നമ്മൾ മുളകും പൊടി അധികം ചേർക്കേണ്ട, എരിവ് ഭയങ്കരമായിരിക്കും. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കണ നേരം മുളകും പൊടി കുറച്ചിട്ട് മുളകും പൊടി ചൂടായതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, അതിലേക്ക് പിന്നെ പച്ചമുളക്, വേപ്പിൻ്റെ ഇലയിട്ട് കുക്കറിലിട്ട് വീണ്ടും വേവിക്കുമ്പോൾ അത് ചിലപ്പോൾ അപകടം ഉണ്ടാകും. അപ്പം നമ്മൾ ഒരിക്കലും വേപ്പിൻ്റെ ഇലയിട്ടിട്ട് കുക്കറിൽ വേവിക്കരുത്. അപ്പം അത് കഴിഞ്ഞ് അത് വാടി വരുമ്പോൾ മുളകും പൊടി എല്ലാം വാടി വരുമ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് വാടി വരുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്കറിലുള്ള കഴുകി വെച്ചുള്ള ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ വരട്ടിയെടുക്കണം. ഉപ്പിട്ട് വരട്ടിയെടുത്തതിൻ്റെ ശേഷം നമ്മളത് കുക്കറിലേക്ക് വീണ്ടും ഇട്ട് വേവിക്കണം. ഇട്ട് വേവിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കണം. വെളുത്തുള്ളി പച്ച ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് കൂടി വേവിച്ച് ഒരു 7 വിസിലാവുമെങ്കിൽ വേവിക്കണം. 7 വിസിൽ വേവിച്ചതിന് ശേഷം കായ ഇടണമെന്ന് വെച്ചാൽ തൊലി കളഞ്ഞിടണം. കായയിൽ ഒരിക്കലും തൊലി ഇട്ടാൽ അത് ടേസ്റ്റ് വരില്ല. അപ്പോൾ തൊലി കളഞ്ഞ് കായ അതിലേക്ക് വേവിച്ചതിന് ഒരു 1.5 വിസിൽ വേണ്ടു. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റെങ്കിലും അതിങ്ങനെ വെക്കണം. അപ്പോൾ തന്നെ നമ്മൾ കാച്ചെടുക്കരുത്. 20 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മൾ പിന്നെ അതിലേക്ക് കാച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് അങ്ങനെ കായിട്ടാൽ കായത്തൊലി കളയണ്ട. പിറ്റേ ദിവസം വന്ന് നമുക്കത് പയറിലോ ഒക്കെ ഇട്ട് വെക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പയർ, കൂർക്ക, കൊള്ളിക്കിഴങ്ങ് ഇതൊക്കെ ഉപ്പേരി വയ്ക്കുമ്പോൾ കടല നമ്മളിത് കുക്കറിലിടുമ്പോൾ തന്നെ കുറച്ച് സവാള ഇട്ടിട്ട് വേവിക്കണം. എന്നിട്ട് പിന്നെ വീണ്ടും കാച്ചുമ്പോൾ കുത്തുമുളകൊക്കെ ഇട്ട് വെളുത്തുള്ളി കാച്ചുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സവാളയൊക്കെ എല്ലാം വെന്ത് പാകമായി ബീഫ് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ചെറിയ ഉള്ളി, ഏറ്റവും ബെസ്റ്റ് സവാളയിൽ നല്ലത് നമ്മൾ വേവിക്കുമ്പോഴായാലും ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ബീഫിലേക്ക് കേട്ടോ. ബീഫിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ നമ്മൾ എല്ലാം സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കാച്ചെടുക്കാനാണ് ഈ പറഞ്ഞ ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചത് കുരുമുളക് എപ്പോഴും ബീഫിലേക്ക് ഏറ്റവും ടേസ്റ്റ് കുരുമുളകാണ്. കുരുമുളക് ടേസ്റ്റ് ഒരു ബീഫിൽ ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ വയ്ക്കാനാണെങ്കിൽ ചിക്കനിൽ കുരുമുളക് പൊടി അധികം ഇടാൻ പാടില്ല. ചിക്കനിൽ കുരുമുളക് ഇട്ട ടേസ്റ്റ് പറയും. ആ ചിക്കനിൽ അവസാനം മാത്രമേ ഗ്രേവി ഇടാൻ പാടുള്ളൂ. നമ്മൾ ചിക്കൻ വേവിച്ച് മല്ലിപ്പൊടിയൊക്കെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വേവിച്ച് ചെറുതീയിൽ വേവിച്ച് അധികം വെള്ളമില്ലാതെ വേവിച്ച് എന്നിട്ട് നമ്മൾ ഗ്രേവി അവസാനം ഇടുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ചിക്കനിൽ. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിയൊക്കെ ആദ്യം ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കാച്ചാനായിട്ടിട്ട്. അതുപോലെ നമ്മൾ മസാല ഒരിക്കലും നമ്മൾ പൊടി മസാല ഉപയോഗിക്കരുത്. ചിക്കനിലായാലും ബീഫിലായാലും പൊടി മസാല ബീഫിൽ അധികം ഉപയോഗിക്കേണ്ടത് നമ്മൾ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം പിന്നെ കുറച്ച് കറുവപ്പട്ട, കുറച്ച് കറിയാകുമ്പോൾ മാത്രമേ തേക്കാൻ പാടുള്ളൂ. അധികം കറുവപ്പട്ടയൊക്കെ ചേർക്കുന്നത് നമ്മൾ ചിക്കനിലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മളിങ്ങനെ കുഴനായിട്ട് ഉണ്ടാക്കുന്ന ബീഫിലേക്ക് ഒരിക്കലും നല്ല ജീരകം ഇടരുത്. അത് വരച്ചെടുക്കണമെങ്കിൽ നല്ല ജീരകം ഇടണ്ട കേട്ടോ. നല്ല ജീരകം ഇടുമ്പോൾ വരട്ടിയത് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ വെള്ളമില്ലാതെ പിന്നെ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ എന്താ വെച്ചാൽ പോർക്ക് വേവിക്കുമ്പോൾ നമ്മൾ അതിലത്തെ നെയ്യ് ആദ്യക്ക് മാറ്റി വെക്കണം. വേവിച്ചതിൻ്റെ ശേഷം കുറച്ച് വെള്ളത്തിൽ പോർക്ക് വേവിച്ചിട്ട് ആ നെയ്യ് മാറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ വരട്ടേണ്ടത്. അല്ലെങ്കിൽ ഒരു പോർക്ക് വരട്ടുന്ന ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പം ആ നെയ്യ് നമ്മൾ കളയണ്ട. നമ്മൾ കൊള്ളിയിലോ ഒക്കെ നമ്മൾ ഈ ബോട്ടിങ് കൊള്ളി ഉണ്ടാക്കുന്ന പോലെ ആ നെയ്യ് മാറ്റി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി നല്ല പോലെ മൊഴിഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ നല്ല പോലെ മസാല അരച്ചെടുത്തിരിക്കുന്നത് മുഴുവനോടെ ഉള്ളതാണ്. പൊടിക്കാൻ മിക്സിയിൽ ചെറിയ ജാറില്ല. അപ്പോൾ ഞാൻ അമ്മീമ
കറുകപ്പട്ട, പെരുംജീരകം, മസാലപ്പൊടി ഇടില്ല. ഞാൻ ഒന്നിനും മസാലപ്പൊടി ഇടില്ല. ഇതിൻ്റെ മണം ഒരു പ്രത്യേക രസമാണ്. ഇതിൽ കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് നീ ചേർക്കണം. ബീഫിന് ഏറ്റവും ടേസ്റ്റ് വരെ കുരുമുളകാണ്. കുരുമുളക് ഇട്ടില്ലെങ്കിൽ ബീഫിന് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ തക്കാളിയൊക്കെ ആദ്യമിട്ടിട്ടുണ്ട്. തക്കാളി ഒന്നും ഇട്ടിട്ടില്ല. തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് ബീഫ് വെച്ചുള്ളത്. ഇനി ഇതിൽ മല്ലിയില നല്ല പോലെ വാടിയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യത്തെ വീഡിയോ കാണിക്കാൻ സമയം പോകണ്ടെന്ന് വെച്ചിട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ആദ്യത്തെ ബീഫൊക്കെ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ആവുന്നത് നമ്മൾ അരിഞ്ഞിടുമ്പോൾ തന്നെ ടേസ്റ്റ് വരും കേട്ടോ. അതിലേക്ക് നമ്മുടെ ബീഫ് കറി വേവിച്ച ബീഫ് കറി കേട്ടോ. വീട് പണിയൊന്നും കഴിയാത്ത കാരണം സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇതിൽ കായ ഇട്ടുണ്ട്. കായ നമ്മളെപ്പോഴും തൊലി കളഞ്ഞിട്ട് ഇടണം. തൊലി കളഞ്ഞ് കുറച്ച് നേരം ഉപ്പിട്ട് വെച്ചതിന് ശേഷമാണ് കായ കഴുകി വേവിക്കേണ്ടത് കേട്ടോ. കായ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. 1/2 കിലോ ബീഫുള്ളൂ. നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ചിടാന്ന് വെച്ചാൽ കുരുമുളക് പൊടി പച്ചമുളകൊക്കെ ചേർന്ന് നല്ല രസമായിട്ട്. അപ്പോൾ ബീഫ് വെക്കുമ്പോൾ നല്ല പോലെ വേവിച്ചതിന് ശേഷം മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സവാള ഒക്കെ വരട്ടി നല്ല വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നാളികേരക്കൊത്തിട്ട് തക്കാളിയൊക്കെ ഇട്ട് വരട്ടി വരുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വരട്ടി വരുമ്പോൾ ബീഫ് അതിലേക്ക് തരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കൂന്തളും വെച്ച് നമുക്ക് ഇതൊക്കെയുള്ള കൂന്തളൊക്കെ വെക്കാം. എല്ലാത്തിനും കുരുമുളക് പൊടി തന്നെ ഏറ്റവും. ചിക്കനിലധികം കുരുമുളക് പൊടി ഇടുള്ളൂ. ചിക്കനിൽ കുരുമുളക് പൊടി ഇട്ടാൽ നല്ല പോലെ വെന്തിട്ടുണ്ടാകും. 7 വിസിലെങ്കിലും നമ്മൾ ബീഫിലേക്ക് അടിക്കണം. നല്ല കളറോടുള്ള ബീഫ് കറി. ബീഫ് കറിക്ക് എപ്പോഴും മല്ലിമുളകും ഒന്ന് ചൂടാവണം. അപ്പോൾ ആ ബീഫിൻ്റെ കളറിൽ വരുള്ളൂ. അതേപോലെ ചിക്കനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല കളറിൽ മല്ലിപ്പൊടിയൊക്കെ പാകമാകുമ്പോഴാണ് ഉണ്ടാകും. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല കറി. അത് പിന്നെ ബീഫിൽ പിന്നെ നമുക്ക് എപ്പോഴായാലും ബീഫ് മേടിക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് മേടിക്കണം. അല്ലെങ്കിൽ ബീഫ് കറിക്ക് ടേസ്റ്റ് അല്ല കേട്ടോ. കുട്ടികൾ കണ്ടിട്ട് അടിപൊളി ബീഫ് കറി കേട്ടോ.